കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നു വീണ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 2024 കണ്ടെത്തിയതാണ്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ റിപ്പോർട്ടിംഗ് അനുസരിച്ച് കെട്ടിടം പുനർലേലം ചെയ്യരുതെന്ന് 2025 ഫെബ്രുവരിയിൽ ധനകാര്യ കമ്മിറ്റി തീരുമാനിച്ചതുമാണ്. ആ തീരുമാനം അട്ടിമറിച്ചുവെന്നാണ് ആക്ഷേപം. ഈ ഒരു കെട്ടിടം യാതൊരു കാരണവശാലും പുനർലേലം നടപടികളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ധനകാര്യ കമ്മിറ്റി എടുക്കുകയും അതേ തീരുമാനം തന്നെ കൗൺസിലിലേക്ക് 6-ാം മാസത്തേക്ക് വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചതാണ് അൺഫിറ്റായ കെട്ടിടമാണെന്ന് എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് ചെയ്ത് ഈ കെട്ടിടം ഒരു കാരണവശാലും ഇവിടെ കച്ചവട ആവശ്യങ്ങൾക്ക് ലേലം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളൊരു തീരുമാനം നിലനിൽ. എൻ്റെ ഓർമ്മയിൽ ഞാനിരുന്ന കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ ഇത് ഒരു കാരണവശാലും എഞ്ചിനീയറിംഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫിറ്റ് അല്ല എന്നും തുടർന്നുള്ള ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും പറഞ്ഞ ഒരു കെട്ടിടമാണ്. അപകടം നടന്ന കെട്ടിടം അൺഫിറ്റ് ആണെന്ന് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് മേയർ ഒ സദാശിവന്റെ വിശദീകരണം. കോർപ്പറേഷൻ പരിധിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം എത്രയുണ്ടെന്നോ എത്രയെണ്ണം പൊളിക്കാൻ തീരുമാനിച്ചെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് മേയർക്ക് ഉത്തരവുമില്ല. ഇല്ല, അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ആണ് ഒരു ഘടകം കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന്. പക്ഷേ ഒറ്റ വാക്കിൽ ഇതെല്ലാം അൺഫിറ്റ് ആണെന്ന് എഴുതി വെച്ചാൽ ഈ പറയുന്ന തലത്തിൽ ഒട്ടേറെ ആളുകളുടെ കച്ചവടങ്ങൾ, തൊഴിലാളികൾ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്, ഇങ്ങനെ ഉള്ള കച്ചവട സ്ഥാപനങ്ങൾ നേരത്തെ കച്ചവടം നടത്തിപ്പോകുന്നവരെ അവരെ അവിടെ നിലനിർത്തുക തന്നെയാണ്. എന്നാൽ ആ കെട്ടിടത്തിൽ പുതുതായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതിൽ നമ്മൾ നിയന്ത്രണം വരുത്തി. അപകട സ്ഥലത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് സന്ദർശനം നടത്തുകയും ചെയ്യും. അജി കുഞ്ഞുമഞ്ചിരുന്നു. അജി, മേയർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. അത്രയധികം കടമുള്ള ബിൽഡിംഗ് ഒഴിയാൻ പറയുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന പ്രശ്നം ചെറുതല്ല എന്ന് കരുതി ഈ കെട്ടിടം തകർന്നു വീണതുപോലെ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് പറ്റുമോ അജി? അജി അജി കുഞ്ഞുമോൻ അല്പസമയത്തിനും ചേരുന്നുണ്ട്. അപ്പോൾ മേയർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപകടം നടന്ന കെട്ടിടം അൺഫിറ്റ് ആണെന്ന് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് മേയർ ഒ സദാശിവം പറയുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം എത്രയുണ്ടെന്നോ എത്രയെണ്ണം പൊളിക്കാൻ തീരുമാനിച്ചെന്ന ചോദ്യങ്ങൾക്ക് മേയർക്ക് ഉത്തരവില്ലാത്തതാണോ അതോ ഉത്തരവില്ല എന്ന് മേയർ കരുതുന്നതാണോ എന്നല്ല കാര്യം. ഈ പറയുന്ന നേരത്തെയും പല സ്ഥലങ്ങളിൽ ഈ അൺഫിറ്റ് കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ കുറേയധികം ആളുകൾ കട നടത്തുന്നുണ്ട്. വേറെ കൈൻഡ് ഓഫ് സ്വാധീന ശക്തിയും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് മുഴുവൻ ആളുകൾ ഇറങ്ങാൻ തീരുമാനിച്ച നേരത്തെ മേയർ പറയുന്ന പോലൊരു സാമൂഹിക പ്രശ്നം ഉറപ്പായും ഉണ്ടാവും. അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി ഇതുപോലെ വലിയങ്ങാടിയിൽ കണ്ടതുപോലെ ഏത് സമയവും അടപടലം പൊളിഞ്ഞുവിടാൻ തയ്യാറായി നിൽക്കുന്ന കെട്ടിടത്തിൽ ഈ പറഞ്ഞ കടമുറികൾ തുടരുക എന്ന് പറഞ്ഞാൽ കടമുറികളിലുള്ള ഉടമകളുടെ മാത്രം പ്രശ്നമല്ല, അവിടെ കടമുറിയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവരുടെയും ഒക്കെ ജീവന് തന്നെ പ്രശ്നമാകുന്ന ഭീഷണിയാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് അടിയന്തരമായി അതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അജി, കേൾക്കാമോ? ഓക്കെ അജി, ഞാൻ നേരത്തെ ചോദിച്ചത് അത്തരത്തിൽ ഇറങ്ങിപ്പോകാൻ പറയാൻ മനപ്രയാസം ഉണ്ടെന്ന് കരുതി അവിടെ തുടരാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നമാണെന്ന് തുടരാൻ അനുവദിക്കുന്നത് എത്ര പേരുടെ ജീവന് ഭീഷണിയാണ് അജി? അഷ്മി, നേരത്തെ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടില്ല. ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. അതായത് ഈ കോർപ്പറേഷന്റെ പരിധിയിൽ നിലവിൽ 8 കെട്ടിടങ്ങൾ പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി കോർപ്പറേഷൻ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം, വ്യാപാരികൾ ഒന്നടങ്കം കെട്ടിടം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് പറയുമ്പോൾ വ്യാപാരികൾ ഒന്നടങ്കം അത് കോടതിയിൽ പോകുന്നു, സ്റ്റേ വാങ്ങുന്നു. അത്തരത്തിൽ കുറേ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് എന്നാണ് കോർപ്പറേഷൻ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ കോർപ്പറേഷന്റെ തന്നെ കെട്ടിടത്തിൽ അൺഫിറ്റ് ആയിട്ടുള്ള നിരവധി കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നടപടിയില്ല എന്ന് വ്യാപാരികൾ തിരിച്ചും പറയുന്നുണ്ട്. അതായത് ചെറിയ അറ്റകുറ്റപ്പണികൾ പോലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. വലിയ തലത്തിൽ കോർപ്പറേഷൻ ആ കാര്യങ്ങൾക്കൊക്കെ അനാസ്ഥ കാണിക്കുന്നു എന്ന് പ്രധാനമായും ഈ വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളോട് പോകണമെന്ന് പറഞ്ഞ് തങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യവും വ്യാപാരികളും ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാര നഗരം കൂടിയാണ് കോഴിക്കോട്. ആ നഗരത്തിൽ വളരെയേറെ തിരക്കുള്ള നഗരമാണ്. ഒട്ടേറെ വ്യാപാരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയങ്ങാടിയിലും മിഠായിത്തെരുവിലും ഈ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വ്യാപാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകും
പോകും, പകരം ഒരു ബദൽ മാർഗം ഉണ്ടാക്കാതെ എങ്ങനെയാണ് പോകാൻ കഴിയുക എന്നുള്ള ഒരു വാദവും കൂടി ഇപ്പോൾ കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മേയർ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു പഠനം നടത്തി കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഈ വ്യാപാരികൾ ഒന്നടങ്കം തന്നെ ആവശ്യപ്പെടുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.